ഹലോ ഫ്രാൻസ്, പെറ്റക്സിൻ്റെ ഷോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു റോയൽ എൻഫീൽഡ് BX6 വാഹനമാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് സ്റ്റാർട്ടാവുന്നില്ല, അതുപോലെ തന്നെ പമ്പ് വർക്ക് ചെയ്യുന്നില്ല. വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ചെക്ക് ചെയ്ത് അതിനെ ചെക്ക് ചെയ്യാൻ ഇതിപ്പോൾ ഒരു BX6 വാഹനമായിട്ട് നമ്മൾ സ്കാനർ ഉപയോഗിച്ചിട്ടാണ് ചെക്ക് ചെയ്ത് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ സപ്പോർട്ട് ആവുന്നില്ല. കമ്മ്യൂണിക്കേഷൻ ഇററാണ് കാണിക്കുന്നത്. ECUമായിട്ട് സ്കാനിങ് ടൂൾ കണക്റ്റ് ആവുന്നില്ല. അതിൻ്റെ വയർ കണക്ഷൻ എന്തെങ്കിലും കട്ടായതാണോ മറ്റുള്ളതാണോ എന്ന് പവർ വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് കൃത്യമായ രീതിയിൽ ചെക്ക് ചെയ്തതിന് ശേഷം അത് ECUവിൻ്റെ റീപ്ലേസിലേക്ക് പോകേണ്ടി വരും. അപ്പം മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ ECU ഒന്ന് ഓപ്പൺ ചെയ്ത് ഒരു പുതിയൊരു ECU വാങ്ങിച്ചു. ഇതിൻ്റെ ECUവിന് ഒരു 4820 രൂപ വില വരുന്നുണ്ട്. നമുക്ക് വണ്ടിയിൽ അത് കൃത്യമായ രീതിയിൽ തന്നെ ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ബൂട്ടും കാര്യങ്ങളൊന്നും വരില്ല. നമ്മൾ ഈ പഴയ ബൂട്ട് തന്നെ വേണം അതിലേക്ക് ഫിക്സ് ആക്കാൻ. ഇതാണ് സ്റ്റാൻഡേർഡിൻ്റെ ECU. പഴയ ബൂട്ട് നമ്മൾ അതിൽ നിന്ന് ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ ഫുള്ളായിട്ട് തന്നെ റബ്ബർ അതിലേക്ക് സീറ്റിംഗ് ആക്കി നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ECU ഫിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ലോക്ക് ആയിട്ടുണ്ടോ നോക്കണം. ലോക്കായി കഴിഞ്ഞാൽ അതിൻ്റെ ബൂട്ടും നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ പാക്ക് ചെയ്യണം. നമുക്കൊന്ന് ചാവി ഓണാക്കി നോക്കാം. ഇപ്പോൾ കണക്ഷനും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടാക്കി നോക്കാം. സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം എന്തെങ്കിലും ഫാൾട്ട് കോഡോ മറ്റുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന്. എന്നാലും പുതിയൊരു ECU ഇട്ടല്ലേ, നോക്കാം. ഓക്കെ, ECU കണക്റ്റ് ആയിട്ടുണ്ട്. ഫാൾട്ട് കോഡും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.